കഴക്കൂട്ടം സബ് ട്രഷറിയിലെ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധന വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ട്രഷറികളിലും സബ് ട്രഷറികളിലും സമാനമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് കത്തയച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ ഷാ, ഈ ട്രഷറിയിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുക എന്ന് പറയുമ്പോൾ അത് ആ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ചോദ്യം ചെയ്യേണ്ട കൂടി സമയമാണല്ലോ, ഘട്ടമാണല്ലോ. ഇപ്പോൾ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അഖിൽ ഷാ. ഉന്മേഷ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കഴക്കൂട്ടം സബ് ട്രഷറിയുമായി ബന്ധപ്പെട്ട വൻ തട്ടിപ്പ് വിവരങ്ങൾ പുറത്താകുന്നത്. അതായത് ഏതാണ്ട് 15 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പാണ്, അല്ലെങ്കിൽ വിവിധ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടുകളിൽ നിന്ന്, മരിച്ചുപോയവരുടെ ഉൾപ്പെടെ അക്കൗണ്ടുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പിൻവലിച്ചു. അത് ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ പിൻവലിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ കേരള വ്യാപകമായി തന്നെ ഒരു അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 18 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ട്രഷറികളിലും അതുപോലെ തന്നെ സബ് ട്രഷറികളിലും കൃത്യമായ പരിശോധന നടത്തേണ്ടതുണ്ട്. സമാനമായ ക്രമക്കേടുകൾ മറ്റ് ട്രഷറികളിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വിശദമായൊരു പരിശോധന നടത്തണം. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാളികളെ കണ്ടെത്തിയാൽ നിലവിൽ 5 പേരാണ് കഴക്കൂട്ടം സബ് ട്രഷറിയിൽ സസ്പെൻഷനുള്ളത്. ഇവർക്കുൾപ്പെടെ കൃത്യമായ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഇത്രയധികം ആധുനിക സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്ത് ട്രഷറികൾ പ്രവർത്തിക്കുന്നതിന് ഏകീകൃതമായ ഒരു സംവിധാനം ഇല്ലാത്തതിനെ പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിൽ വിമർശിക്കുന്നുമുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ ഒരു പരിശോധന വേണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ശരി, അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന്.